ഹരേ കൃഷ്ണ. ഇന്ന് രാമായണത്തിൻ്റെ ഭക്തിഭാവം ഉള്ളൊരു വിഷയമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. രാമായണത്തെ ബുദ്ധിയുടെ തലത്തിൽ നിന്നും മനുഷ്യ വികാരങ്ങളുടെ തലത്തിൽ നിന്നും നിർവചിക്കുന്ന ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ നമ്മൾ അധ്യാത്മ രാമായണം വായിച്ചു നോക്കിയാൽ അതിൽ മനോഹരമായ സ്തുതികളാണ് ആ രാമായണത്തെ വേറിട്ട് നിർത്തുന്നത്. സാക്ഷാൽ കാളിദേവി നാരായം കൊണ്ട് നാവിൽ കുറിച്ചതുകൊണ്ടാവാം എഴുത്തച്ഛൻ നിന്ന് പ്രവഹിച്ചത് ഭക്തിയുടെ ഗംഗാപ്രവാഹമാണ്. ആ ഭക്തിയാണ് ആധ്യാത്മ രാമായണം വായിക്കുമ്പോഴും ശ്രവിക്കുമ്പോഴും നമ്മളിലേക്ക് ഒഴുകുന്നത്. സാക്ഷാൽ നാരായണൻ്റെ ഭൂമിയിലെ അവതാര കഥകൾ നമ്മൾ വായിക്കുമ്പോഴും ശ്രവിക്കുമ്പോഴും ഭക്തി കൊണ്ട് തെളിഞ്ഞ ഹൃദയത്തോട് വേണം അതിനെ നമ്മൾ സമീപിക്കാൻ. അല്ലാതെ ബുദ്ധി കൊണ്ടോ സാധാരണക്കാരനായ നമ്മളെപ്പോലെ സാധാരണ മാനുഷ്യ വികാരങ്ങളുള്ള രാമനെന്നോ കരുതിയല്ല രാമായണം പഠിക്കേണ്ടതും വായിക്കേണ്ടതും. രാമകഥ നമ്മളിൽ ഉണർത്തേണ്ടത് ദിവ്യമായ പ്രേമഭക്തിയാണ്. ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണ്, നമ്മളെ അദ്ദേഹത്തിൻ്റെ മഹിമകൾ കാട്ടി നമ്മളിലെ ഭക്തി ഉണർത്താൻ വേണ്ടി. ഒരു രാവണനൊക്കെ ഈ ഭൂമിയിലൊരു വന്നു ചേരുന്നത് തന്നെ ഭഗവാൻ അങ്ങനെ ഒരു അവസരം ഒരുക്കുകയാണ് മാനവരാശിക്ക് വേണ്ടി. ആ കഥകൾ നമ്മൾ വീണ്ടും വീണ്ടും ഭക്തിയോടെ ആനന്ദത്തോടെ വായിക്കുമ്പോൾ നമ്മളിൽ പ്രേമഭക്തി ഉണരുന്നു. സാധാരണ ജീവിതത്തിൻ്റെ ദുരിതങ്ങളിലും ജീവിതത്തിൻ്റെ വിരസതയിലും നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യന് ഭഗവാന്റെ കഥകൾ വായിച്ച് പരമപ്രേമഭക്തി ഉണരാൻ, ആ നറുമണം നമ്മുടെ ജീവിതത്തിൽ വ്യാപിക്കാനുമാണ് രാമകഥകളും ഭാഗവത കഥകളും ഒക്കെ നമ്മൾ വായിക്കാറുള്ളത്. തുളസീദാസിൻ്റെ രാമചരിതമാനസം ഭക്തിയുടെ തൂലിക കൊണ്ട് എഴുതിയതാണ്. ഭഗവാൻ ജന്മമെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ലക്ഷ്മണൻ, സാക്ഷാൽ അനന്തൻ ലക്ഷ്മണനായിട്ട് വരുന്നത്? ഭരത ശത്രുഘ്നന്മാരൊക്കെ ചക്രവും ശംഖുമൊക്കെ ജനിക്കുന്നത്? സാക്ഷാൽ ദേവി എന്തിനാണ് ആ അവതാര കഥയിലെ ഒരു ഭാഗഭാക്കാകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവർക്കൊന്നും ഭഗവാനെ ഒരു നിമിഷം പോലും പിരിയാൻ കഴിയുകയില്ല. ലക്ഷ്മണകുമാരനെക്കുറിച്ച് ഒരു കഥ പറയാറുണ്ട്. എപ്പോഴും ജനിച്ച നിമിഷം തൊട്ട് സാക്ഷാൽ ഭഗവാനെ തന്നെ നോക്കിക്കിടക്കണം ബാലശിശുവായ ലക്ഷ്മണ കുഞ്ഞിന്. അപ്പോൾ തൊട്ടിലിൽ കിടത്തുമ്പോൾ ലക്ഷ്മണൻ മാത്രം ഭഗവാന്റെ അതേ തൊട്ടിലിൽ തന്നെ കിടന്നാലേ ഉറങ്ങുകയുള്ളൂ, അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ദേവി സുമിത്ര കൊണ്ട് ആ തൊട്ടിൽ തന്നെ കിടത്തും. തൊട്ടിൽ കിടത്തിയാലും കരച്ചിൽ നിർത്തില്ല. ഭഗവാന്റെ നേരെ ചരിച്ച് കിടത്തണം അത്രയും. അതായത് ഭഗവാനെ തന്നെ കണ്ടു കിടക്കണം. നമുക്കറിയാമല്ലോ, ശ്രീരാമകഥയിലുടനീളം ലക്ഷ്മണൻ ഈ ഒരു പ്രേമദൗത്യം തന്നെയാണ് നിർവഹിക്കുന്നത്. എപ്പോഴും തൻ്റെ മടിത്തട്ടിൽ ഉറങ്ങുന്ന ഭഗവാൻ, വൈകുണ്ഠ ലോകത്തുറങ്ങുന്ന ഭഗവാനെ ഭൂലോകത്തെത്തിയപ്പോഴും പിരിയാൻ ലക്ഷ്മണകുമാരന് കഴിഞ്ഞില്ല. അപ്പോൾ ഈ കുഞ്ഞു ലക്ഷ്മണൻ എന്തു ചെയ്യും? അമ്മയെ അങ്ങനെ കിടത്തുമ്പോൾ തൻ്റെ ഒരു കുഞ്ഞു കൈ കൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ടാണ് കിടക്കുക. അതുകൊണ്ടാണ് വനവാസത്തിന് പോയപ്പോഴും ലക്ഷ്മണന് മറ്റൊന്നും ചിന്തിക്കാനില്ല. ആരെക്കുറിച്ചോ, ഭാര്യയെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ, നേരെ സഹോദരനോടൊപ്പം പോവുകയാണ്. പോകുന്ന യാത്രയിൽ ലക്ഷ്മണകുമാരൻ്റെ ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാന്റെ തൃപ്പാദം നോക്കി ഭഗവാനെ കണ്ടുകൊണ്ടാണ് ഓരോ പാദവും വെക്കുക. ഇടയ്ക്കെങ്ങാനും സീതാദേവി അവർക്ക് നടുവിലായി നടക്കുമ്പോൾ ദേവിയോട് ലക്ഷ്മണൻ പറയൂ അത്രേ, അമ്മേ കുറച്ചു മാറി നടക്കണേ, എനിക്ക് രാമപാദങ്ങൾ കാണണം. അങ്ങനെ ഇണപിരിയാത്ത പ്രേമം കൊണ്ടാണ് ലക്ഷ്മണകുമാരൻ ഭൂമിയിൽ അവതരിച്ചത്. ഇതേപോലെ അതുകൊണ്ട് നമുക്ക് ഭരതൻ്റെ വ്യഥ മനസ്സിലാവും. ഭഗവാനെ പിരിഞ്ഞ് എങ്ങനെ കഴിയും? ആ വേദനയും വിരഹവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഭഗവാന്റെ പുറകെ ഓടുന്നതും ഭഗവാന്റെ പാദകങ്ങൾ മാത്രം പൂജിച്ച് ഒരു മുനിയെപ്പോലെ ജീവിച്ചതും ഇതൊക്കെ ആദർശം കൊണ്ട് മാത്രമല്ല, അവർക്കൊക്കെ ഭഗവാനോടുള്ള അദമ്യമായ ഭക്തി കൊണ്ടുകൂടിയാണ്. ഭക്തൻ ഒരു നിമിഷം പോലും ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. നേരിട്ട് കാണാൻ കഴിയാത്തപ്പോൾ കണ്ണടച്ചിരിക്കുന്നത് അതിനാണ്, ഉള്ളിൽ ഓർത്തുകൊണ്ടിരിക്കാൻ.
സീതാദേവിയായി അവതരിച്ചത് ലക്ഷ്മി ദേവിയാണ്. വൈകുണ്ഠത്തിൽ എപ്പോഴും ഭഗവാന്റെ പാദങ്ങൾ സേവിക്കുന്ന ദേവിക്ക് ഭൂമിയിൽ ഭഗവാൻ അവതരിക്കുമ്പോഴും കൂടെ വരേണ്ടതുണ്ട്. അല്ലാതെ എങ്ങനെ പിരിഞ്ഞിരിക്കാനാവും? ദേവി ഭഗവാനെ ഒരു മാത്രയിൽ ദർശിക്കുന്ന ഒരു മാത്രയിൽ തന്നെ ഭഗവാനിൽ അനുരക്തിയാവുകയാണ്. പിന്നീട് ഭഗവാനോടൊപ്പം ജീവിതം സ്വപ്നം കണ്ടു വരുന്ന ദേവി തൻ്റെ അവതാരകഥയിൽ വിരഹവും ഒരുപാട് ദുരിതങ്ങളിലൂടെ കടന്നു പോകേണ്ട നാടകങ്ങളൊക്കെ ഉണ്ടെന്ന് ദേവിക്കറിയാം. പക്ഷേ അത് അത്ര എളുപ്പമായിരുന്നില്ല. ദുരിതങ്ങൾ അനുഭവിക്കുന്നതല്ല, ഭഗവാനെ പിരിയുന്നതാണ് ദേവിയുടെ ദുഃഖം. കാരണം ഭഗവത് പാദങ്ങളിൽ എപ്പോഴും സേവ ചെയ്യുന്ന ദേവിക്ക് അർത്ഥനിമീലിത നേത്രങ്ങളോടെ ആ താമര നയനങ്ങൾ ഉള്ള ഭഗവാൻ ഉറങ്ങുന്നത് കണ്ട് മതിവരാത്ത വൈകുണ്ഠ ലക്ഷ്മിക്ക് ഭൂമിയിൽ എത്തിയപ്പോഴും ഭഗവാന്റെ വിരഹം താങ്ങാനായില്ല. ഭഗവാനോടൊപ്പം ജീവിച്ച നാളുകൾ ദേവി എത്ര ആസ്വദിച്ചു. പൂക്കളും പറവുകളും വൃക്ഷങ്ങളും നിറഞ്ഞ വനത്തിൽ പോയിട്ടൊന്നും ദേവിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. മരവുരി ഉടുത്തതോ കാനനത്തിൽ കിടന്നുറങ്ങിയതോ അന്ന് സീതാമാർക്ക് ഉറങ്ങാനായിട്ട് വിശ്രമിക്കാനായിട്ട് ഏത് കാട്ടിലും ലക്ഷ്മണകുമാരൻ നല്ല പുൽക്കുടലുകൾ ഉണ്ടാക്കുമായിരുന്നു. ആ തൽപ്പത്തിൽ ഉറങ്ങുമ്പോൾ സീത എപ്പോഴും രാമബാഹുക്കളാണ് തലേണയായിട്ട് ഉപയോഗിച്ചത്. ആ തലേണയിൽ മുഖമമർത്തി ഭഗവാനെ തന്നെ സ്മരിച്ച് ദേവി ഭഗവാന്റെ സമീപത്ത് ഉറങ്ങുന്ന ദേവിയാണ് രാവണൻ ക്രൂരമായി വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത്. നമ്മൾ രാമായണത്തിൽ ഭഗവാൻ ഒരു സാധാരണ പുരുഷനെ പോലെ സീതയ്ക്ക് വേണ്ടി കരയുന്ന ഒരു രംഗം വായിച്ചിട്ട് ഭഗവാൻ സാധാരണ മനുഷ്യനായി അഭിനയിച്ച് കാണിക്കുകയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ വിരഹിണിയായ ദേവിയുടെ വേദനയാണ് ഭഗവാനിലൂടെ പ്രവഹിച്ചത്. ഭഗവാന് ആ വേദന തന്നിൽ പ്രതിഫലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് നാടകമാണെന്നും ഭഗവാനിൽ നിന്ന് ആത്മീയതയിൽ താൻ പിരിയുന്നില്ലെന്നും ഒക്കെ അറിയുന്ന ദേവി, ഉള്ളിലെപ്പോഴും ശ്രീരാമനെ കാണാൻ കഴിയുന്ന ദേവി, പക്ഷേ ആ ദിവ്യ സാന്നിധ്യത്തിൽ നകന്നത് ദേവിക്ക് താങ്ങാനായില്ല. എല്ലാം അറിയുന്ന സർവജ്ഞയായിട്ട് കൂടെയും ദേവിയുടെ വിരഹം ഒരു തീവ്രവേദനയായി ഭഗവാനിൽ വന്നലച്ചപ്പോഴാണ് ഭഗവാൻ സീതാവിരഹം എന്ന ആ ഒരു ദിവ്യലീല ആടുന്നത്. ഇതേപോലെ ഭക്തന് വേണ്ടി ഭഗവാനും കാത്തിരിക്കാറുണ്ട്. നമ്മൾ കൊറോണ കാലത്ത് അമ്മ നമുക്ക് വേണ്ടി കാത്തിരുന്നതും നമ്മൾ അമ്മയെ കാണാൻ കൊതിച്ചതുമൊക്കെ നമ്മൾക്കും അറിയുന്ന കാര്യങ്ങളാണ്. അന്ന് നമ്മുടെ വിരഹവേദന മുഴുവൻ തൻ്റെ ഘനഗംഭീര ശബ്ദത്തിൽ വലിയ സ്വാമിജി നമുക്ക് വേണ്ടി പാടിയതും നമുക്കറിയാം. കാണാൻ ഉഴറുന്ന കണ്ണുമായി അമ്മതൻ കാലിണ കൂപ്പുന്നു മക്കൾ, കാരുണ്യപൂരും ചൊരിയുമ കണ്ണിന കാണാൻ കൊതിക്കുന്നു മക്കൾ എന്ന് പാടിയതും നമ്മൾ ആ വിരഹവേദന അനുഭവിച്ചതും ആ വിരഹം അമ്മയിൽ പ്രതിഫലിച്ചതും നമ്മൾക്കറിയാം. ശ്രീരാമ കഥകൾ പറയുമ്പോൾ ഈ മനോഹരമായ ദിവ്യമായ ഭഗവാന്റെ ഭക്തി ലീലകളാണ് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് മനനം ചെയ്യേണ്ടത്. തൻ്റെ പ്രേമം കൊണ്ട് വിറയാർന്ന ശബ്ദത്തിൽ സത്യസായി ബാബ പ്രേമമുദിത മനസ്സെ കഹോ രാമ രാമ രാമെന്ന് പാടാറുണ്ട്. നമുക്ക് വേണ്ടി സംപൂജ്യ സ്വാമിജി എപ്പോഴും ശ്രീരാമ രാമനാമം ജന്മരക്ഷക മന്ത്രം എന്ന മനോഹരമായ ഭജന പാടി നമ്മളെ രാമഭക്തിയിൽ ആറാടിക്കാറുണ്ട്. ഈ ദിവ്യനാമങ്ങൾ കേട്ട് ആനന്ദിച്ച് ഈ സംസാരത്തെ മറക്കാനാണ് ഭഗവാൻ വീണ്ടും വീണ്ടും ലീലകളാടുന്നത്. ആ ലീലയ്ക്ക് ശേഷം ഭഗവാന്റെ ദിവ്യമായ ലീല നമ്മൾ ശ്രീകൃഷ്ണ അവതാരത്തിലും കണ്ടതാണ്. അപ്പോൾ നമുക്കറിയാം, മഹായോഗീശ്വരനായ ശ്രീ മഹാദേവൻ പോലും ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുമ്പോൾ ഭഗവാനെ ദർശിക്കാൻ വരുന്നുണ്ട്. സദാ ഉള്ളിൽ ഭഗവാനെ കാണുന്ന പരമവൈഷ്ണവനായ ശ്രീ മഹാദേവൻ എന്തിനാണ് ഭൂമിയിൽ ഭഗവാൻ അവതരിക്കുമ്പോൾ ആ മനുഷ്യ ശരീരം കാണാൻ വരുന്നതെന്ന് നമ്മൾ ചിന്തിക്കില്ലേ? അല്ല, ഭഗവാന്റെ ദിവ്യലീലകൾ കാണാനും ദിവ്യരൂപം തൻ്റെ മാറോടണയ്ക്കാനും ശ്രീ പരമേശ്വരൻ പോലും എത്തുന്നു. അങ്ങനെ നന്ദബാബയുടെ ഗ്രഹത്തിലെത്തിയ ഭഗവാനെ പൂതനയുടെ വരവ് കണ്ടതിന് ശേഷം ഭയന്ന് യശോദാമ്മ കയ്യിൽ കൊടുക്കില്ല, പേടിച്ച് കുഞ്ഞിനെയും കൊണ്ട് അകത്തുപോയി. ആ സമയം കുഞ്ഞ് നിർത്താതെ നിലവിളിച്ചു. കാരണം താൻ പുറത്ത് തന്നെ കാണാൻ വന്നിരിക്കുന്നത് ശ്രീ പരമേശ്വരനാണെന്നറിയുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ലീലയായിട്ട് നിർത്താതെ കരഞ്ഞു അത്രേ. അപ്പോൾ യശോദാമ്മ
ഈ ബാബയുടെ കൈകളിലേക്ക് കുഞ്ഞിനെ കൊടുത്തുവെന്നും ഈ കുഞ്ഞ് ആനന്ദം കൊണ്ട് പൊട്ടിച്ചിരിച്ചുവെന്നും ഭഗവാനും ഭക്തനും ഒരുപോലെ ആനന്ദിച്ചു എന്നുള്ള കഥ ഭാഗവതം പറയുന്നു. ഈ ഭക്തിയാണ് നമ്മളിൽ നിറയേണ്ടതും നമുക്ക് നമ്മളെ ഈ സംസാര ബന്ധങ്ങളിൽ നിന്ന് മുക്തമാക്കേണ്ടതും. അതുകൊണ്ട് ശ്രീരാമകഥകൾ പാടുമ്പോൾ, കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ നമ്മളിൽ നിറഞ്ഞ ഭക്തിഭാവം ഒരു ഗംഗാനദി പോലെ ഉണരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഭഗവത് തൃപാദങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു.